കഴക്കൂട്ടത്ത് നിന്ന് ഇടപ്പള്ളി വരെ തടസ്സമില്ലാത്ത യാത്ര, അതും 3.5 മണിക്കൂറിൽ. ദേശീയപാത വികസനത്തിലെ ആദ്യഘട്ട ലക്ഷ്യം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതുക്കും മേലെയാണ് ലക്ഷ്യമെന്നാണ് റിപ്പോർട്ട്. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെ 6 വരിയായി ദേശീയപാത 66 നിർമ്മിക്കുന്നത് സിഗ്നലുകളില്ലാതെ മുന്നോട്ടു പോകും. 603 കിലോമീറ്റർ നീളത്തിൽ സിഗ്നലുകളില്ലാതെ റോഡായി ഇത് മാറും. സംസ്ഥാനത്തെ സിഗ്നലുകളില്ലാത്ത ആദ്യത്തെ പ്രധാന റോഡാകും ഇത്. ഫലത്തിൽ അതിവേഗ പാതയായി ഇത് മാറും. മേൽപ്പാലങ്ങൾ എല്ലാ ജംഗ്ഷനിലും ഉണ്ടാക്കിയാകും ഇത് സാധ്യമാക്കുക. നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകുന്നതോടെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ 7 മണിക്കൂറിലെത്താം. അതായത് വന്ദേ ഭാരത് തീവണ്ടിയുടെ വേഗതയിൽ റോഡിലൂടെ തന്നെ യാത്ര സാധ്യമാകും. നിലവിൽ 12ഉം 13ഉം മണിക്കൂറോളമാണ് ഈ റോഡിലൂടെ വേണ്ടിവരുന്ന യാത്രാ സമയം. ഗതാഗത കുരുക്കുണ്ടായാൽ അത് 15 മണിക്കൂർ വരെയാകും. അതിവേഗ സഞ്ചാരം റോഡിൽ സാധ്യമാക്കുന്ന പദ്ധതി 3 കൊല്ലത്തിനകം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. 12 ടോൾ ബൂത്തുകളാണ് ദേശീയപാത 66-ൽ വരുന്നത്. റോഡ് മറികടക്കാൻ അടിപ്പാതകളും കാൽനടപ്പാതകളും നിർമ്മിക്കും. ഇതിലൂടെ റോഡിന്റെ 2 വശവും പൂർണ്ണമായും വേർപെട്ടു പോകുന്നില്ലെന്ന് ഉറപ്പിക്കും. ദേശീയപാതയിൽ നിർമ്മാണം പൂർത്തിയായ കഴക്കൂട്ടം മുതൽ മുക്കോല വരെയുള്ള ഭാഗത്ത് മാത്രമാകും സിഗ്നൽ ഉണ്ടാവുക. നിലവിൽ ഇടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള പഴയ റോഡിന് പകരം പുതിയ മേൽപ്പാലം വരും. ചിലയിടങ്ങളിൽ 1 കിലോമീറ്ററിനുള്ളിൽ 3 അടിപ്പാതകൾ ഉണ്ടാകും. ആകെ 400-ലധികം അടിപ്പാതകളാണ് നിർമ്മിക്കുന്നത്. പ്രധാന സ്ഥലങ്ങൾ ബന്ധിപ്പിക്കുന്നത് അടിപ്പാതകൾ വഴിയാകും. അപകടങ്ങൾ കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അടിപ്പാത നിർമ്മാണം. കാൽനടക്കാർക്ക് മറുവശത്തെത്താൻ നടപ്പാതകൾ ഉണ്ടാകും. റോഡ് വിഭജിക്കാൻ മീഡിയനുകൾ ഉണ്ടാവില്ല. ഇവ നിർമ്മിക്കാൻ കൂടുതൽ സ്ഥലം വേണം. 6 വരി റോഡ് മീഡിയൻ വെച്ച് നിർമ്മിക്കാൻ 60 മീറ്റർ സ്ഥലം ആവശ്യമാണ്. എന്നാൽ 45 മീറ്ററിലാണ് നിർമ്മിക്കുന്നത്. പകരം ന്യൂജേഴ്സി ബാരിയർ ഉപയോഗിച്ചാകും റോഡ് വിഭജനം. ബാരിയറിന് 0.61 മീറ്റർ വീതിയേ ഉണ്ടാകൂ. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ റോഡ് വിഭജനത്തിന് 1950കളിൽ ഉപയോഗിച്ചതിനാലാണ് ഇതിന് ന്യൂജേഴ്സി ബാരിയർ എന്ന പേര് വന്നത്. ഇതിൽ വന്നിടിച്ചാൽ വാഹനങ്ങളുടെ തകരാറും യാത്രക്കാരുടെ പരിക്കും പരമാവധി കുറയ്ക്കാം. വന്ദേ ഭാരത് തീവണ്ടിയിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് 2 മണിക്കൂറിൽ താഴെ യാത്രയാണ് ലക്ഷ്യം. ഇതിന് അടുത്ത വേഗതയിൽ കേരളത്തിലെ റോഡിലൂടെയും തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ എത്താം. ഈ റോഡിലൂടെ ഇടപ്പള്ളി കഴക്കൂട്ടം 3 മണിക്കൂർ യാത്രാ പദ്ധതി റോഡ് അതിവേഗം മുമ്പോട്ട് പോവുകയാണ്. റോഡിൽ യാത്രാ ദുരിതം കുറയ്ക്കുന്ന പദ്ധതി. ദേശീയപാതയുടെ നിലവാരത്തിൽ ഒരു കാറിന് 20-25 മിനിറ്റ് കൊണ്ട് പിന്നിടാവുന്ന ദൂരം ഇപ്പോൾ തന്നെ ഇരട്ടിയിലധികം അപഹരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ശാശ്വത പരിഹാരം കാണുകയാണ് ലക്ഷ്യം. ഈ രീതി തലപ്പാടി വരെയും തുടരും. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ദേശീയപാതയിലെ തലപ്പാടി മുതൽ കഴക്കൂട്ടം വരെ സിഗ്നലും ജംഗ്ഷനുകളും കാണില്ല. ഈ റോഡിൽ 80 മുതൽ 120 കിലോമീറ്റർ വരെയാകും ശരാശരി വേഗത. ഇരുവശത്തും 7.5 മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡുകളുടെ പണികളും പുരോഗമിക്കുകയാണ്. കാസർഗോഡ് അതിർത്തിയിലെ തലപ്പാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കാരോട് വരെ ഏകദേശം 600 കിലോമീറ്റർ ദേശീയപാത 6 വരിയാക്കാനാണ് കരാറുകൾ നൽകിയിരിക്കുന്നത്. കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള റോഡ് നിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേശീയപാത 66 പലയിടത്തും 2 വരിയാണ്. റോഡിന്റെ സ്ഥിതി മിക്കയിടങ്ങളിലും പരിതാപകരമാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലും ആലപ്പുഴ, കൊല്ലം ജില്ലകളിലും. റോഡ് വികസനത്തിലൂടെ ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരും. മഹാരാഷ്ട്രയിലെ പനവേലിൽ ആരംഭിച്ച് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന NH66ന്റെ ആകെ ദൈർഘ്യം 1622 കിലോമീറ്ററാണ്. ഗോവ, കർണാടക വഴി കൊങ്കൺ തീരത്തുകൂടിയുള്ള പാതയുടെ ഏറ്റവും കൂടുതൽ ദൂരം കടന്നുപോകുന്നത് കേരളത്തിലൂടെയാണ്. 669 കിലോമീറ്റർ. വാഹനപ്പെരുപ്പം മൂലം ബുദ്ധിമുട്ടുന്ന കേരളത്തിന് വലിയ ആശ്വാസമാകും ദേശീയപാത വികസനം.